ഹോസ്റ്റൽ ക്യാന്റീനിൽ വിദ്യാർത്ഥികൾ ഊണ് കഴിക്കുന്ന സമയത്തായിരുന്നു ആ അപകടം സംഭവിച്ചത്. ഭക്ഷണം അവശേഷിക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും മേശമേൽ കാണാം. മെസ്സിന്റെ തകർന്ന ഭിത്തിക്ക് സമീപം ആളുകൾ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. വലിയ നാശനഷ്ടമാണ് മെഡിക്കൽ കോളേജ് മെസ്സിൽ ഉണ്ടായത്. ഏറെ നേരമെടുത്താണ് ആ കെട്ടിടത്തിലെ തീ കെടുത്തിയത്. പഠന സമയം ആയതുകൊണ്ട് ആ ഹോസ്റ്റലിൽ നിറയെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ആശ്വാസം. എങ്കിലും 5 പേരാണ് മരിച്ചിരിക്കുന്നത്. അഹമ്മദാബാദിലെ BJ മെഡിക്കൽ കോളേജ് ഗുജറാത്ത് സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലുള്ള ഒരു സർക്കാർ സ്ഥാപനമാണ്. മികവിന്റെ ഒരു അക്കാദമിക് സ്ഥാപനമാണിത്. ഗുജറാത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ കോളേജും നിരവധി അംഗീകാരങ്ങളുള്ള രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണിത്. MBBSൽ 250 വിദ്യാർത്ഥികളെയും ബിരുദാനന്തര കോഴ്സുകളിൽ 400-ൽ അധികം വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്ന സ്ഥാപനം. 100 ഏക്കറിലധികം വിസ്തൃതിയുള്ള വിവിധ ശാഖകളുള്ള ഈ കോളേജ് ഈ ഭാഗത്തെ ഏറ്റവും വലിയ ക്യാമ്പസുകളിൽ ഒന്നാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തീഗോളമായി തകർന്നു വീഴുകയായിരുന്നു. 242 യാത്രക്കാരും 10 ജീവനക്കാരും ഉൾപ്പെടെ 252 പേരുമായി ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് പുറപ്പെട്ട AI-171 നമ്പർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടൻ മെയ്ഡേ കോൾ നൽകിയെങ്കിലും പിന്നീട് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധം നഷ്ടപ്പെട്ടു. വിമാനത്താവളത്തിന് പുറത്തുള്ള മേഘാനി പ്രദേശത്താണ് വിമാനം തകർന്നു വീണത്. അപകട കാരണം ഇതുവരെ വ്യക്തമല്ലെങ്കിലും പ്രാഥമിക റിപ്പോർട്ടുകൾ സാങ്കേതിക തകരാറുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. പക്ഷേ കെട്ടിടത്തിൽ ഇടിച്ചിറങ്ങിയതിനാൽ എല്ലാ സാധ്യതയും പരിശോധിക്കും. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ദാരുണമായ ഈ ദുരന്തം അടുത്തിടെ ലോകമെമ്പാടും വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഉയർന്നു വന്ന ആശങ്കകൾക്ക് കൂടുതൽ ബലം നൽകുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും വിശ്വസ്തം എന്ന് കരുതിയ വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് ആരോപണമുയർന്നിരുന്നു. ബോയിംഗ് 787 ഡ്രീം ലൈനർ എന്നത് ദീർഘദൂര സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന അത്യാധുനിക യാത്രാ വിമാനമാണ്. അമേരിക്കൻ വിമാന നിർമ്മാതാക്കളായ ബോയിംഗ് ആണ് ഇത് നിർമ്മിക്കുന്നത്. കൂടുതൽ ഇന്ധനക്ഷമതയും കുറഞ്ഞ ശബ്ദവും മികച്ച യാത്രാനുഭവവും വാഗ്ദാനം ചെയ്യുന്നതാണ് ഡ്രീം ലൈനർ വിമാനങ്ങൾ. എന്തായാലും ലോകത്തിന് തന്നെ ഞെട്ടലുണ്ടായിരിക്കുകയാണ്. മുഴുവൻ യാത്രക്കാരും മരിച്ചതായിട്ടാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഒരു മലയാളിയുമുണ്ട്. ഇന്ന് 1:43 അപകടം സംഭവിച്ചത്. ആദ്യം 110 പേർ മരിച്ചു എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത്. അതിനു പിന്നാലെയാണ് വൈകിട്ടോടെ ആരും തന്നെ ജീവിച്ചിരിക്കുന്നില്ല എന്ന റിപ്പോർട്ട് വന്നത്.